ജമിയത്തുൽ ഉലമ നടന്ന മാർഗത്തിലൂടെ തന്നെ പോകണം, അതിനപ്പുറത്തേക്ക് ലംഘിക്കരുത്. കേരള നിജുവത്തിൽ മുജാഹിദീൻ അതിന് പണ്ഡിതോചിതമായ ആ ഉപദേശം കേട്ടുകൊണ്ടായിരിക്കണം നീങ്ങേണ്ടത്. അതിന്റെ യുവഘടകങ്ങൾ, അതിന്റെ വനിതാ എല്ലാവരും അതിനനുസരിച്ചായിരിക്കണം നീങ്ങേണ്ടത്. ആ തൗഹീദിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്ന് പഠിപ്പിക്കാനാണ്, മനസ്സിലാക്കാനാണ്. അപ്പോഴൊക്കെ ചോദിച്ചു ആരാണ് പറഞ്ഞത്, ആര് ഉണ്ടായി, ഇങ്ങനെയുണ്ടായി. പറഞ്ഞത് പറയുമ്പോൾ അതിന് പിന്നെ പല വ്യാഖ്യാനങ്ങൾ വേറെ. എന്തിനും ഇങ്ങനെ ഒരു ചർച്ച, എന്താവശ്യമുണ്ടായി? നിങ്ങൾക്ക് അള്ളാഹു പോരെ എന്ന ഖുർആന്റെ ചോദ്യത്തിന് മുന്നേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ അള്ള പോരെ നമുക്ക്? ഇതാണ് ഇവിടുത്തെ വിശ്വാസികൾ മുഴുവൻ സ്വീകരിച്ചത്. ഇവിടുത്തെ മുജാഹിദുകൾ അതാണ് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത്. പോരെ എന്ന ആ ചോദ്യത്തിന്റെ മതി എന്ന് പറയാന്നല്ലാതെ കുറച്ച് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്ത കഴിവ്, ഈ വാങ്ങിയ കഴിവ് എന്നൊന്നും വ്യാഖ്യാനം വേണ്ട. അവിടെ ഇയ്യാക്കൻ അബ്ദു വയ്യാക്കൻ നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ അതിന്റെ തെളിവുകളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കില്ല. അതുപോലെ പണ്ഡിതന്മാരോട് നിങ്ങൾ അന്വേഷിക്കുക, അവർ പറയും, അവർ ആ കാര്യത്തിൽ വിശദീകരിക്കും. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജമിയത്തുൽ ഉലമ അത് തിരുത്തും.